കേരള സ്റ്റോറി 2 എന്ന് പറയുന്നതിന്റെ ടീസർ ഇപ്പൊ നമ്മുടെ മുമ്പിലുണ്ട്. ആ ടീസർ വളരെ വിചിത്രമാണ്. കേരള സ്റ്റോറി 1 അതിലേറെ വിചിത്രമായിരുന്നു. കേരളത്തിൽ നിന്ന് ആയിരക്കണക്കിന് മനുഷ്യരെ, സ്ത്രീകളെ ഇവിടുന്ന് ലവ് ജിഹാദ് ഉപയോഗിച്ച് കല്യാണം കഴിച്ചു. അതുപോലെ ഇവിടുന്ന് പുറത്തു കൊണ്ടുപോയി ISIൽ ആളെ ചേർത്തു. ലവ് ജിഹാദ് എന്ന ആശയം തന്നെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന അർത്ഥത്തിൽ വളരെ കൃത്യമായി കേന്ദ്രമന്ത്രി തന്നെ പാർലമെന്റിൽ മറുപടി പറഞ്ഞു. കേന്ദ്രമന്ത്രിക്ക് അറിയാത്ത കാര്യം ഒരു സ്റ്റോറിയാക്കി കേരളത്തിലെ ജനങ്ങളുടെ മേൽ കെട്ടിയേൽപ്പിക്കുകയും കേരളത്തിൽ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന വികാരം അതിശക്തമായി വളർത്തുകയും ചെയ്യുക എന്നതാണ് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ BJPയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം. ഇവിടെ മതപരമായ വിഭജനമുണ്ടാകുക, വർഗീയമായ വിഭജനമുണ്ടാവുക, അതിൽ നിന്ന് തങ്ങൾക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാവുക എന്ന ലക്ഷ്യം. ആ ലക്ഷ്യമാണ് BJPക്ക് ഉള്ളത് എന്നത് ഒരു രഹസ്യമല്ല. അതിന്റെ ഭാഗമായാണ് കേരള സ്റ്റോറി 1 വന്നത്. കേരള സ്റ്റോറി 1 പരമബദ്ധവും അസത്യങ്ങളുമായിരുന്നുവെന്ന് ഇവിടെയുള്ള BJPക്കാർക്കും അറിയാം, ഇവിടെയുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കേരള സ്റ്റോറി 2 എന്ന് പറയുന്നതിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം പരാജയപ്പെട്ടാലും പിന്നെയും പിന്നെയും ശ്രമിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇപ്പൊ കേരള സ്റ്റോറി 2-ൽ ബീഫ് വായിൽ കുത്തിക്കയറ്റുന്ന പോലെയുള്ള ചില രംഗങ്ങളാണ് ഞാൻ കണ്ടത്. ബീഫ് നിർബന്ധിച്ച് തീറ്റിക്കുക, ഒരാളെ ഇസ്ലാം മതത്തിലേക്ക് വരുമ്പോൾ. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സംഭവം ഒന്നും കേരളത്തിൽ ഉണ്ടാവില്ല. ബീഫ് കഴിക്കുന്നവർ വേറെ ആൾക്ക് ബീഫ് കൊടുക്കാൻ തന്നെ താല്പര്യമില്ലാത്തവരാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ BJPക്കാർ വരെ ബീഫ് കഴിക്കുന്നുവെന്ന് നമ്മുടെ ഉള്ളി സൂര്യ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിൽ ഉള്ളിയാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞെങ്കിലും ബീഫിൽ ഉള്ളി കഴിക്കാം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ BJP ബീഫ് നിരോധനത്തിന് അനുകൂലമല്ല. കാരണം കേരളത്തിലെ BJPക്കാരും കേരളത്തിലെ സാധാരണ മനുഷ്യരും ബീഫ് റെഗുലറായി കഴിക്കുന്ന ആളുകളാണ്. പിന്നെ ഭക്ഷണം ഓരോരുത്തരും ഇഷ്ടമാണ്. ഞാൻ ബീഫ് കഴിക്കണോ, മീൻ കഴിക്കണോ, വെജിറ്റേറിയൻ കഴിക്കണോ, പായസം കഴിക്കണോ, അല്ലെങ്കിൽ മന്തി കഴിക്കണോ എന്നൊക്കെ എൻ്റെ ഇഷ്ടമാണ്. അതിന് വേറൊരാളുടെ നിർബന്ധവും കേരളത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇല്ലാത്ത കേരളത്തിൽ വന്ന് ഇത് കൊണ്ടുവരുന്നതിന്റെ ലക്ഷ്യം മുമ്പ് പറഞ്ഞതുപോലെ ഇസ്ലാമോഫോബിയ കൊണ്ടുവരലാണ്. കേരളത്തിൽ നിലനിൽക്കാത്തൊരു കാര്യം ഇവിടെ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ സിനിമകളിലൊക്കെ അത്ഭുത സിനിമകൾ കാണിക്കില്ലേ? ഇപ്പൊ 7 നില മാടികയുടെ മുകളിലേക്ക് ചാടിക്കയറുന്ന ഹീറോ എന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാർക്ക് അറിയാം, ഇവരും ചാടാനും മുകളിലേക്ക് കയറാനും മുകളിൽ. പക്ഷെ ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് നമ്മൾ കണ്ടിരിക്കും, ഏത് അത്ഭുതങ്ങളും സിനിമയായിട്ട് കണ്ടിരിക്കും, ജുറാസിക് പാർക്ക് കാണുന്ന പോലെ. പക്ഷേ ഇവിടെ ഇത് ജനങ്ങളിൽ എന്ത് മാറ്റമുണ്ടാക്കും ഇതറിയാതെയാണ് BJP നേതാക്കന്മാർ ഇതിന്റെ പിന്നാലെ പോയത്. BJP നേതാക്കന്മാർ ഇങ്ങനെ കേരളത്തിലുണ്ട് എന്ന് പറയുകയും അത് വ്യാപിക്കുകയും അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് BJPക്ക് ഏറ്റവും വലിയ അടി കിട്ടാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ ഇല്ലാത്ത ഒരു കാര്യം, അസത്യമാണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം, ആ നേതാക്കന്മാർക്ക് പോലും അറിയുന്ന ഒരു കാര്യം, അത് വലിയ തോതിൽ കൊണ്ടുവന്ന് അതിനെ വലിയ വിഷയമാക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം അത് പരിഗണിക്കപ്പെടേണ്ട ഒരു സിനിമയേ അല്ല. അതിനെ കൃത്യമായി നിലപാട് വെച്ച് അതിനെ എതിർക്കുക, അതിൽ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിവാദങ്ങൾ വേറെ പലതും വന്നിട്ടുണ്ട്. SFI സഖാക്കൾ ബീഫ് ഫെസ്റ്റ് നടത്തുന്നു. വാസ്തവത്തിൽ അതിന്റെ ആവശ്യമുണ്ടോ കേരളത്തിൽ? കേരളത്തിലെ എല്ലാവരും ബീഫ് കഴിക്കുന്നവർക്ക് ബീഫ് കഴിക്കും, ഫെസ്റ്റ് നടത്തിയില്ലെങ്കിലും കഴിക്കും. അപ്പൊ അതുകൊണ്ട് ബീഫ് ഫെസ്റ്റ് നടത്തി ഒരു വിഭാഗത്തെ പ്രകോപിപ്പിക്കണോ എന്ന ചോദ്യമാണ് മറ്റൊരു വിഭാഗം ചോദിക്കുന്നത്. ഞാൻ അക്കാര്യത്തിൽ അവരുടെ കൂടെയാണ്. വേറൊന്നുമല്ല, ഒരു വിഭാഗത്തെയും പ്രകോപിപ്പിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്ക് നിൽക്കുകയാണ്. ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ പ്രകോപിപ്പിക്കുകയോ വർഗീയമായ വേർതിരിവുണ്ടാക്കുകയോ ചെയ്തു. കാരണം ഞാൻ പറഞ്ഞത് SFIക്കാർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കേരളത്തിൽ ബീഫ് വ്യാപകമാണ്. ഇവിടെ ഒരു മടിയും ആർക്കുമില്ല. ബീഫ് വിട്ടുന്ന ഒരു കട ആക്രമിച്ചിട്ടുമില്ല. മുമ്പറിയാം, അഖലാഖ് എന്നൊക്കെ പറയുന്ന ഒരു യുവാവിനെ വടക്കേ ഇന്ത്യയിൽ ബീഫ് പിടിച്ചു വെച്ചതിനെ ആക്രമിക്കുകയോ ചെയ്തു. അത് അവിടുത്തെ സംസ്കാരമായിരിക്കും. ഞാൻ പറഞ്ഞ ബീഫ് കഴിക്കേണ്ട എന്നൊരു ജനത തീരുമാനിച്ചാൽ ബീഫ് കഴിക്കണ്ട, ബീഫ് കഴിക്കണം എന്നൊരു ജനത തീരുമാനിച്ചാൽ ബീഫ് കഴിക്കണം, അത്രേ ഉള്ളൂ. ആ ജനങ്ങളുടെയാണ് താല്പര്യം. അതുകൊണ്ട് ഇത് വർഗീയ വിഷം ജനങ്ങളിൽ കുത്തിവെച്ച് ജനങ്ങളെ വിഭജിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാക്ക് എടുക്കാൻ പോകുന്ന ശക്തികളെ തിരിച്ചറിയേണ്ടത് കേരളത്തിലെ മതേതര ജനതയുടെ കടമയാണ്. കാരണം ഇത് തിരിച്ചറിയണം, എന്നിട്ട് ഇതിനെ ആ അർത്ഥത്തിൽ പ്രതിരോധിക്കണം. അതിന് ബീഫ് ഫെസ്റ്റ് ആണോ നല്ലത്, അത് വേറെ എന്തെങ്കിലും ആണോ നല്ലത് എന്നുള്ള തർക്കം നമുക്ക് അവിടെ നിൽക്കട്ടെ. ഒരു വിഭാഗത്തെയും പ്രകോപനപരമായി ഇതിലേക്ക് വലിച്ചിഴക്കരുത്. കാരണം വർഗീയ വിഭജനം ഉണ്ടാകുന്നത് എപ്പോഴും ഒരു പ്രകോപനങ്ങളുടെ പുറത്താണ്. ആ പ്രകോപനങ്ങൾ പരമാവധി ഒഴിവാക്കണമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വസ്തുനിഷ്ഠമായി കേരളത്തിലെ കൊച്ചിയിലെയായാലും തിരുവനന്തപുരത്തെയായാലും കോഴിക്കോട്ടെയായാലും അല്ലെങ്കിൽ സാധാരണ സ്ഥലങ്ങളിലായാലും ബീഫ് കഴിക്കുന്ന ആളുകൾ ബീഫ് കഴിക്കുന്നു, കഴിച്ചോട്ടെ.
ബീഫിനെതിരായി പറയുന്നത് കേരളത്തിൽ ആരും ആരെയും ബീഫ് തീറ്റിക്കാറില്ല. കാരണം അവനവനെ തിന്നാൻ ബീഫ് തികയാറില്ല. അതുകൊണ്ട് പലരും തീറ്റിക്കുക എന്നുള്ള പ്രശ്നമൊന്നുമില്ല. ഉറപ്പായും ഇത് വർഗീയ വിഭജനത്തിനുള്ളതാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്താൽ സംഭവിക്കാൻ പോകുന്നത് BJPക്ക് അവരുടെ വേര് നഷ്ടമാവും എന്നുള്ളതാണ്.